നമസ്കാരം, പി എസ് സി ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ എല്ലാവരും പഠിച്ചു തുടങ്ങി കാണും. അപ്പോൾ നമുക്കും പഠിച്ചു തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മൾ എങ്ങനെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ കോഴ്സുകൾ സെറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പി എസ് സിയുടെ ഇഷ്ടമേഖലകൾ ആദ്യം തന്നെ നമ്മൾ പഠിച്ചു തീർക്കുന്നു. അതുപോലെ തന്നെ ഈസി മെമ്മറി കോഡുകൾ ഉപയോഗിച്ചായിരിക്കും നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. അതുപോലെ തന്നെ 50ഓളം ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് ചോദ്യപേപ്പറുകൾ വിശകലനം ചെയ്താണ് നമ്മൾ ക്ലാസ്സുകൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം എന്തെന്ന് ചോദിച്ചാൽ പി എസ് സിയുടെ ഇഷ്ടമേഖലകളും അതുപോലെ ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, ഇന്ന് എന്താണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് മേഖലയിൽ നിന്നും പി എസ് സി ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ശ്രദ്ധിക്കുക, ഇംഗ്ലീഷ് മേഖലയിൽ നിന്നും പി എസ് സി ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ യാതൊരുവിധ ചേഞ്ചും ഇല്ലാതെ ഇതുപോലെ തന്നെ പി എസ് സി എടുത്ത് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ പഠിക്കേണ്ടതാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇതിലെ ഓരോ ക്വസ്റ്റ്യനും ഏകദേശം 25ഓളം ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിരുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു മേഖലയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്ന്. ഇത് പാർട്ട് 1 മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പി എസ് സിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കേണ്ടതുണ്ട് ഇംഗ്ലീഷില്. അപ്പോൾ നമുക്ക് നോക്കാം ഇംഗ്ലീഷിലെ കേരള പി എസ് സി ചോദിച്ച മോസ്റ്റ് റിപ്പീറ്റഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ദ ഗംഗ ഈസ് ഡാഷ് സേക്രഡ് റിവർ. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ സുഹൃത്തുക്കളെ? ദ ഗംഗ ഈസ് ഡാഷ് സേക്രഡ് റിവർ എന്താണ് ക്വസ്റ്റ്യൻ? എന്താ സുഹൃത്തുക്കളെ പറഞ്ഞിരിക്കുന്നത്? കൃത്യമായിട്ടൊരു ആർട്ടിക്കിള് കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ താഴെ പറയുന്നതിൽ കൃത്യമായിട്ടുള്ള ആർട്ടിക്കിള് ആ തന്നിരിക്കുന്ന ഡാഷ് നമ്മൾ ഫില്ല് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം ശരിയായ ഉത്തരം ഏതാ സുഹൃത്തുക്കളെ? ഓപ്ഷൻ സി, എ ആണ് ശരിയായ ഉത്തരം. അപ്പോ ഗംഗ ഈസ് എ സേക്രഡ് റിവർ എന്നാണ്. ആർട്ടിക്കിൾസ് എങ്ങനെ ഈസിയായി കണ്ടെത്താം എന്നുള്ളതിന്റെ ഒരു ക്ലാസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് സുഹൃത്തുക്കളെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ സുഹൃത്തുക്കൾ കുറച്ചുകൂടെ ഈസി ആവും. വേറെ ഒന്നുമില്ല സുഹൃത്തുക്കളെ, സേക്രട്ട് എന്ന വാക്കിന് മുമ്പ് ഏത് ആർട്ടിക്കിൾ വരുമെന്നാണ് നമ്മൾ നോക്കാനുള്ളത്. അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ മലയാളത്തിൽ സേക്രട്ട് എന്ന് നമ്മളൊന്ന് എഴുതി നോക്കുക. അപ്പോൾ സേക്രട്ട് എന്ന് എഴുതുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും ഇതിൽ സാ എന്നുള്ള വാക്കാണ് അല്ലേ ആദ്യം വന്നിരിക്കുന്നത്. സാ എന്നുള്ള ലെറ്റർ അല്ലേ സുഹൃത്തുക്കളെ ആദ്യം വന്നിരിക്കുന്നത്? മലയാളത്തിൽ സാ എന്ന് പറയുന്ന ലെറ്റർ വ്യഞ്ജനാക്ഷരമാണ്. അതുകൊണ്ട് എ ആണ് അവിടെ വരാനുള്ളത്. ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ നമ്മുടെ വീഡിയോ കൃത്യമായിട്ട് കാണാൻ ശ്രമിക്കുക. ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. രണ്ടാമത്തെ ചോദ്യം, വൺ ഹു ഹേറ്റ് വുമൺ. വൺ ഹു ഹേറ്റ് വുമൺ, അതായത് സ്ത്രീകളെ ഇഷ്ടമല്ലാത്ത വ്യക്തിത്വം അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധനായിട്ടുള്ള വ്യക്തിത്വം അറിയപ്പെടുന്ന പേരാണ്, പഠിച്ചോളുക, മിസോജനിസ്റ്റ്. എന്താണ് മിസോജനിസ്റ്റ് എന്നാണ് പറയുന്നത്? വൺ ഹു ഹേറ്റ് വുമൺ, അതായത് സ്ത്രീകളെ ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധനായിട്ടുള്ള വ്യക്തിയെ വിളിക്കുന്ന പേരാണ് മിസോജനിസ്റ്റ്. എന്താ സുഹൃത്തുക്കളെ പേര്? മിസോജനിസ്റ്റ്. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, when I reached there they dash. when I reached there they dash. എന്നിട്ട് നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നു have gone, had gone, have been gone, had been gone എന്ന് തന്നിരിക്കുന്നു. when I reached there they dash. ഇതിന്റെ ശരിയായ ഉത്തരം എന്താ സുഹൃത്തുക്കളെ? ഓപ്ഷൻ ബി, had gone ആണ്. അപ്പോൾ when I reached there they had gone. when I reached there they had gone. ഇത് എങ്ങനെയാണ് നമ്മൾ ഹാഡ് ഗോണിലോട്ട് എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ സുഹൃത്തുക്കളെ രണ്ടു പ്രധാനപ്പെട്ട സിറ്റുവേഷൻസ് ഉണ്ടല്ലേ. ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും അവർ പൊക്കഴിഞ്ഞു. അപ്പൊ രണ്ടും പാസ്റ്റിൽ നടന്ന രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതായത് ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും അവർ പൊക്കഴിഞ്ഞിരുന്നു. അപ്പോ ഞാൻ അവിടെ എത്തിയത് ഒരു സംഭവം, അവര് പോയത് എന്താണ് മറ്റൊരു സംഭവം. അപ്പൊ ഈ രണ്ട് സംഭവങ്ങൾ എപ്പോഴാണ് നടന്നത്? സത്യത്തില് പാസ്റ്റിലാണ് നടന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ആദ്യം നടന്ന സംഭവം, ഇതിലെ ഫസ്റ്റ് നടന്ന സംഭവം ഏതാണോ ആ സംഭവത്തിനെ നമ്മള് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയണം. എന്തിലാണ്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ പറയണം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ്. അല്ലെങ്കിൽ വെർബിന്റെ മൂന്നാമത്തെ ഫോം ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഇതിൽ ഏതാ ഉള്ളത്? ഹാഡ് ഗോൺ ആണുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഹാഡ് ഗോൺ ആയത്. ഒന്നുകൂടി പറഞ്ഞുതരാം, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമ്മുടെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളായിരുന്നു. when I reached there they dash എന്ന് പറഞ്ഞായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഹാഡ് ഗോൺ ആണ്. എങ്ങനെയാണ് ഹാഡ് ഗോണിലേക്ക് നമ്മൾ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ രണ്ടു പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. when I reached there they had gone.
ഓക്കെ ആണ്. അപ്പോ ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും അവർ പോയി കഴിഞ്ഞിരുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം നടന്ന സംഭവം എന്താ സുഹൃത്തുക്കളെ? ഞാൻ അവിടെ എത്തിയതാണോ അവര് പോയതാണോ? അവര് പോയതാണല്ലേ ആദ്യം നടന്ന സംഭവം. അതുകൊണ്ടല്ലേ എനിക്ക് അവരെ കാണാൻ കഴിയാത്തത്. അതുകൊണ്ട് ആദ്യം നടന്ന സംഭവം ഏതാണോ ആ സംഭവം എപ്പോഴും നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ തന്നെ പറയണം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ തന്നെ പറയണം. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോർമുല എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ്. V3 എന്ന് പറഞ്ഞാൽ വെർബിന്റെ മൂന്നാമത്തെ ഫോം ആണ്. ഇവിടെ ഗോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗോ വെന്റ് ഗോൺ അല്ലേ? ഗോ വെന്റ് ഗോൺ എന്ന് പറയുന്നതില് നമ്മുടെ ഗോയുടെ ഫസ്റ്റ് V1 ഫോം ആണ്, ഗോ തന്നെയാണ്. അതിന്റെ V2 ഫോം ആണ്, അത് ഗോയുടെ V2 ഫോം ആണ് നമ്മൾ വെന്റ് എന്ന് പറയുന്നത്. ഗോയുടെ V3 ഫോം ആണ് ഗോൺ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ ഹാഡ് ഗോണ് എന്ന് വന്നത്. അപ്പോൾ സുഹൃത്തുക്കൾ ഈ പോയിന്റ് വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. നമ്മുടെ നാലാമത്തെ ചോദ്യം ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. ശരിയായിട്ടുള്ള സ്പെല്ലിംഗ് ഏതാ സുഹൃത്തുക്കളെ? ബ്യൂറോക്രസിയുടെ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ബ്യൂറോക്രസിയുടെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് എപ്പോഴും സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാൻ സുഹൃത്തുക്കൾ ശ്രമിക്കുക. സംഭവം ഒന്നുമില്ല, സിമ്പിൾ ആണ്. BUREAU. പിന്നെ ക്രസി എന്നുള്ളതിന്റെ അവസാനത്തെ ക്രസി എന്ന് പറയുന്ന വാക്കില്ലേ സുഹൃത്തുക്കൾ, അവസാനത്തെ ക്രസി, അത് എപ്പോഴും PSC ശരിയായിട്ട് തന്നെയായിരിക്കും തന്നിരിക്കുന്നത്. അതിന് മുമ്പുള്ള വാക്കുകൾ, ആ ക്രസിക്ക് മുമ്പുള്ള വാക്കുകളാണ് PSC തെറ്റിച്ച് തരുന്നത്. അപ്പോൾ ക്രസി എപ്പോഴും CRACY തന്നെയായിരിക്കും. ഇതുവരെയും PSC ചോദിച്ചപ്പോഴൊന്നും അതിൽ വ്യത്യാസം വരുത്തിയിട്ടില്ല. അതിന് മുന്നിലുള്ള അക്ഷരങ്ങളാണ് പ്രധാനമായിട്ടും PSC തെറ്റിച്ച് നൽകുന്നത്. ഇങ്ങനെ തന്നെ എഴുതി പഠിച്ചുകൊണ്ട് പോവുക, അല്ലാതെ ബ്യൂറോക്രസി എന്നുള്ള വാക്ക് കാണാതെ പഠിച്ചുകൊണ്ട് പോകരുത്. അവിടെ ചെന്നിട്ട് PSC തന്നിരിക്കുന്ന ഓപ്ഷനിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മുടെ അഞ്ചാമത്തതാണ് ദ ആന്റോണിംസ് ഓഫ് ഫോർച്യൂൺ ഈസ്. ഫോർച്യൂണിന്റെ അന്റോണിം എന്താണ്? അന്റോണിം എന്ന് വെച്ചാൽ എന്താ സുഹൃത്തുക്കളെ? അന്റോണിം എന്ന് വെച്ച് കഴിഞ്ഞാൽ എതിർപദം അല്ലെ? എതിർപദത്തിനെയാണ് നമ്മൾ അന്റോണിം എന്ന് പറയുന്നത്. എന്താണ്? എതിർപദത്തിനെയാണ് നമ്മൾ അന്റോണിം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫോർച്യൂണിന്റെ എതിർപദം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരുപാട് PSC എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട്. ഫോർച്യൂണിന്റെ എതിർപദം എന്തെന്ന്? ഉത്തരം എന്താണ്? മിസ്ഫോർച്യൂൺ ആണ്. എന്താണ്? മിസ്ഫോർച്യൂൺ ആണ്, അല്ലാതെ അൺഫോർച്യൂൺ എന്നല്ല. തെറ്റിക്കല്ലേ. ഫോർച്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ എതിർപദം എന്തെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അന്റോണിംസ് എന്തെന്ന് ചോദിച്ചാൽ അത് മിസ് ഫോർച്യൂൺ ആണ്. എന്താണ്? മിസ് ഫോർച്യൂൺ ആണ്. ഫോർച്യൂൺ മീൻസ് എന്താണ്? ഭാഗ്യം എന്നാണ്. മിസ് ഫോർച്യൂൺ എന്ന് വെച്ചാൽ നിർഭാഗ്യം എന്നാണ് കേട്ടോ. നിർഭാഗ്യം എന്നാണ്. ഫോർച്യൂൺ എന്ന് വെച്ചാൽ ഭാഗ്യം, അതുപോലെ എന്താണ്? മിസ് ഫോർച്യൂൺ എന്ന് വെച്ചാൽ നിർഭാഗ്യം എന്നാണ് അർത്ഥം. പഠിക്കുക. നമ്മുടെ ആറാമത്തെ ചോദ്യം ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ വേർഡ്സ്. എവറസ്റ്റ് ഈസ് ദ ഡാഷ് മൗണ്ടൻ ഇൻ ദ വേൾഡ്. എവറസ്റ്റ് ഈസ് ദ ഡാഷ് മൗണ്ടൻ ഇൻ ദ വേൾഡ്. ഓപ്ഷൻ തന്നിരിക്കുന്നു. ഹൈ ആണോ, ഹയർ ആണോ, ഹയസ്റ്റ് ആണോ, നൺ ഓഫ് ദീസ് എബോ എന്നാണ് തന്നിരിക്കുന്നത്. സോ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ദ ഹയസ്റ്റ് മൗണ്ടൻ പീക്ക് ഇൻ ദ വേൾഡ് എന്നാണ് ശരിയായിട്ടുള്ള ഉത്തരം. ശരിയായിട്ടുള്ള ഉത്തരം ഏതാ സുഹൃത്തുക്കളെ? എവറസ്റ്റ് ഈസ് ദ ഹയസ്റ്റ് മൗണ്ടൻ പീക്ക് ഇൻ ദ വേൾഡ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ഇതൊരു സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയതുകൊണ്ടാണ്. എന്താണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയതുകൊണ്ടാണ് ഇവിടെ ഹയസ്റ്റ് വന്നത്. ഇനി എങ്ങനെയാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലുള്ള സെന്റൻസ് കണ്ടെത്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ, തന്നിരിക്കുന്ന സെന്റൻസിൽ ദാക്ക് ശേഷമാണ് ഡാഷ് വന്നിരിക്കുന്നെങ്കിൽ സുഹൃത്തുക്കളെ നമുക്ക് ഉറപ്പിക്കാം അത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലുള്ള സെന്റൻസ് ആണ് എന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്തുപയോഗിക്കാം? സൂപ്പർലേറ്റീവ് ഫോമിലുള്ള ഏതെങ്കിലും ഒരു വാക്ക് അതിനകത്തുണ്ടെങ്കിൽ, നമ്മുടെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അതെടുത്ത് ഉപയോഗിക്കാം. അങ്ങനെ ഒരേ ഒരു വാക്ക് മാത്രമേ PSC സൂപ്പർലേറ്റീവ് ഫോമിൽ തന്നിരിക്കുള്ളൂ. അതുകൊണ്ട് അത് ടെൻഷൻ ഇല്ല. അപ്പോൾ എവറസ്റ്റ് ഈസ് ദ ഹയസ്റ്റ് മൗണ്ടൻ പീക്ക് ഇൻ ദ വേൾഡ് എന്നാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏഴാമത്തെ ചോദ്യമാണ് ഫെമിനൈൻ ജെൻഡർ ഓഫ് ഫോക്സ്. ഫോക്സിന്റെ ഫെമിനൈൻ ജെൻഡർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സ്ത്രീലിംഗം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഫോക്സിന്റെ സ്ത്രീലിംഗം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി വിക്സൻ എന്നാണ് കേട്ടോ. ഒരുപാട് തവണ PSC ചോദിച്ചതും ഇപ്പോഴും നമ്മൾ തെറ്റിക്കുന്നതുമായിട്ടുള്ള ഒരു പോയിന്റ് ആണ് പറഞ്ഞത്. ഫെമിനൈൻ ജെൻഡർ ഓഫ് ഫോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിക്സൻ ആണ്, അല്ലാതെ ഫോക്സസ് അല്ല. ഒത്തിരി പേര് ഫോക്സസ് ചെന്ന് വീഴുന്നുണ്ടേ, ഇപ്പോഴും തെറ്റിക്കുന്നുണ്ടേ. അതുകൊണ്ട് പഠിച്ചോളുക. ഫെമിനൈൻ ജെൻഡർ ഓഫ് ഫോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിക്സൻ ആണ്. അതായത് കുറുക്കന്റെ ഫെമിനൈൻ ജെൻഡർ എന്താണ്? വിക്സൻ ആണ്. എന്താണ്? വിക്സൻ ആണ്. പഠിക്കുക. നമ്മുടെ എട്ടാമത്തെ ചോദ്യം ഫൈൻഡ് ഔട്ട് വൺ വേർഡ് ഫോർ ദ ഫോളോയിങ് സ്റ്റഡി ഓഫ് സ്കിന്ന്. സ്കിന്നിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് എന്താണെന്നാണ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. സ്കിന്നിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? ഉത്തരം എന്താ സുഹൃത്തുക്കളെ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഡെർമറ്റോളജി. എന്താണ്?
ഡെർമറ്റോളജി ആണ് സ്കിന്നിനെ കുറിച്ചുള്ള പഠനം. സ്കിന്നിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് ഡെർമറ്റോളജി. അതിന്റെ ഓപ്ഷൻസ് കൂടെ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേതാണ് പാത്തോളജി. പാത്തോളജി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ സുഹൃത്തുക്കളെ പാത്തോളജി എന്ന് വെച്ചാൽ രോഗങ്ങളെ കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് ഡിസീസസിനെ വിളിക്കുന്ന പേരാണ് പാത്തോളജി എന്ന്. അതായത് രോഗങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് പാത്തോളജി എന്ന്. എന്താ സുഹൃത്തുക്കളെ ഫ്രീനോളജി എന്ന് പറഞ്ഞാല്? ഫ്രീനോളജി എന്ന് പറഞ്ഞാല് തലച്ചോറിനെ കുറിച്ചുള്ള പഠനം. എന്താണ്? തലച്ചോറിനെ കുറിച്ചുള്ള പഠനമാണ് ഫ്രീനോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താ സുഹൃത്തുക്കളെ എന്റമോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഷഡ്പദശാസ്ത്രം അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റഡി ഓഫ് ഇൻസെക്ട് എന്നൊക്കെ പറയാം കേട്ടോ. കീടശാസ്ത്രം എന്നൊക്കെ പറയും കേട്ടോ. സ്റ്റഡി ഓഫ് ഇൻസെക്ട് എന്ന് നമ്മൾ പറയും. സ്റ്റഡി ഓഫ് ഇൻസെക്ട് എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ കീടശാസ്ത്രം എന്ന് മലയാളത്തിൽ പറയും. അതിനെയാണ് എന്റമോളജി എന്നറിയപ്പെടുന്നത്. പിന്നെ നമ്മുടെ ക്വസ്റ്റിന്റെ ഉത്തരം എന്താണ്? സ്റ്റഡി ഓഫ് സ്കിന്ന്, അതായത് ത്വക്കിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് ഡെർമറ്റോളജി. എന്താണ്? ഡെർമറ്റോളജി. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്റ്റഡി ഓഫ് സ്കിൻ ആയിരുന്നു. സ്റ്റഡി ഓഫ് സ്കിൻ അറിയപ്പെടുന്ന പേരാണ് ഡെർമറ്റോളജി, അല്ലെങ്കിൽ ത്വക്കിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് ഡെർമറ്റോളജി. നമ്മുടെ ഓപ്ഷനിലൂടെ കടന്നു പോകുമ്പോൾ പാത്തോളജി, ഡിസീസ് അല്ലെങ്കിൽ രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി എന്നറിയപ്പെടുന്നത്. ഫ്രീനോളജി എന്ന് ചോദിച്ചാൽ തലച്ചോറിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് ഫ്രീനോളജി. എന്റമോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീടശാസ്ത്രം അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് അല്ലെങ്കിൽ കീടങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് എന്റമോളജി എന്നുള്ളത് പഠിക്കുക. നമ്മുടെ 9ാമത്തെ ചോദ്യമാണ് വുഡ് യു മൈൻഡ് ഡാഷ് ദ വിൻഡോ? വുഡ് യു മൈൻഡ് ഡാഷ് ദ വിൻഡോ? ശരിയായ ഉത്തരം എന്താണ്? ക്ലോസിംഗ് ദ വിൻഡോ ആണ് കേട്ടോ. വുഡ് യു മൈൻഡ് ക്ലോസിംഗ് ദ വിൻഡോ? വുഡ് യു മൈൻഡ് ക്ലോസിംഗ് ദ വിൻഡോ? ഇനി ഇതിന്റെ സ്ഥാനത്ത് ചിലപ്പോ വുഡ് യു മൈൻഡിന് ശേഷം ഡാഷ് ദ വിൻഡോ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനകത്ത് ഓപ്പണിങ്ങും തന്നിരിക്കാം. അതുകൊണ്ട് ഓപ്പണിങ് വന്നാലും ക്ലോസിംഗ് വന്നാലും ഇത് രണ്ടും സെലക്ട് ചെയ്യണം. സെയിം ആണ്, അല്ലാതെ ഓപ്പണും ക്ലോസും അല്ല. ഒന്നീ ക്ലോസിംഗ് അല്ലെങ്കിൽ ഓപ്പണിങ്. വിൻഡോയുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് രീതിയിലും PSC ചോദിച്ചിട്ടുണ്ട്, പഠിച്ചോളണേ. അപ്പൊ വുഡ് യു മൈൻഡ് ഡാഷ് ദ വിൻഡോ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ ഉത്തരം വുഡ് യു മൈൻഡ് ക്ലോസിംഗ് ദ വിൻഡോ എന്നാണ്. എന്തുകൊണ്ടാണ് അവിടെ ക്ലോസിംഗ് വന്നതെന്ന് ചോദിച്ചാല് വേറെ ഒന്നുമില്ല സുഹൃത്തുക്കളെ. ഈ ഓപ്പണിങ് ക്ലോസിംഗ് എന്നൊക്കെ പറയുന്ന വേറൊന്നുമല്ല, ഇത് ജെറണ്ട് ഫോം ആണ് കേട്ടോ. എന്താണ്? ജെറണ്ട് ഫോം ആണ്. അപ്പൊ എന്താ ജെറണ്ട് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നുമില്ല, വെർബിനോടൊപ്പം നമ്മൾ എന്തിനോടൊപ്പം? വെർബിനോടൊപ്പം നമ്മൾ ING ഫോം ചേർത്തുകൊണ്ട് അതിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു? ഒരു നൗൺ ആക്കി മാറ്റുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ജെറണ്ട് എന്ന് മറക്കല്ലേ. അപ്പോ ഒരു വെർബിനോടൊപ്പം ഒരു ING ഫോം ചേർത്തുകൊണ്ട് നമുക്ക് അവനെ ഒരു നൗൺ ആക്കി മാറ്റാം, ഒരു പദമാക്കി മാറ്റാം. അതിനെ വിളിക്കുന്ന പേരാണ് ജെറണ്ട്. അപ്പോ സത്യത്തിൽ ഇവിടെ ക്ലോസിംഗ് എന്ന് പറയുന്നത് ഒരു വെർബല്ല, ഒരു പ്രവൃത്തിയല്ല. അവിടെ ക്ലോസിംഗ് എന്ന് പറയുന്ന സത്യത്തിൽ ഒരു നൗൺ ആണ്, ഒരു പദമായിട്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള വെർബിനെ നമ്മൾ നൗണാക്കി മാറ്റി ഉണ്ടാക്കുന്ന വാക്കുകളെ വിളിക്കുന്ന പേരാണ് ജെറണ്ടുകൾ. എന്താണെന്ന് അറിയപ്പെടുന്നത്? ജെറണ്ടുകൾ. ഒത്തിരി സുഹൃത്തുക്കൾക്ക് നെഗറ്റീവ് കിട്ടുന്ന മേഖലയാണ്, പഠിച്ചോളനെ. ഇനി എങ്ങനെ ജെറണ്ടുകളെ കണ്ടുപിടിക്കാന്ന് ചോദിച്ചാൽ സിമ്പിൾ ആണ്, വേറൊന്നുമല്ല. തന്നിരിക്കുന്ന ഓപ്ഷനിൽ വെർബിനോടൊപ്പം ING ഫോം കിടപ്പുണ്ടോ എങ്കിൽ അതങ്ങെടുത്ത് ഉത്തരമായിട്ട് കൊടുക്കുക. ഏറ്റവും ഈസിയാണ്. അപ്പോ ഇനി മറക്കരുത്, പഠിക്കുക. നമ്മുടെ 10ാമത്തെ ചോദ്യം ദ സിംഗുലർ ഫോം ഓഫ് ദ ഡേറ്റ ഈസ്. ദ സിംഗുലർ ഫോം ഓഫ് ഡേറ്റ ഈസ്. ഡേറ്റയുടെ സിംഗുലർ ഫോം ആണ് PSC ചോദിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ എക്സാമുകളിൽ കൂടി ചോദിച്ചതേ ഉള്ളൂ. അപ്പോൾ പഠിച്ചോളുക. ദ സിംഗുലർ ഫോം ഓഫ് ഡേറ്റ ഈസ് ഡേറ്റമാണ്, മറക്കല്ലേ. സിംഗുലർ ഫോം ഓഫ് ഡേറ്റ എന്ന് പറയുന്നത് ഡേറ്റമാണ്. ദ സിംഗുലർ ഫോം ഓഫ് ഡേറ്റ ഈസ്. ടെക്നിക്കലി കൃത്യമായി പറയണമെങ്കിൽ നമ്മൾ ഡേറ്റം എന്നാണ് പറയാനുള്ളത്. എന്താണ്? ഡേറ്റം എന്നാണ് പറയാനുള്ളത്. ചില സ്ഥലങ്ങളിൽ നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമറിൽ ഡേറ്റയ്ക്ക് സിംഗുലർ ഫോം ഡേറ്റ എന്ന് തന്നെ പറയുന്നുണ്ട്. കാരണം ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം ഇൻഫർമേഷൻ ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. നമ്മൾ ഒരു ഇൻഫർമേഷനെ മാത്രമായിട്ട് ഒരിക്കലും പാസ് ചെയ്യാറില്ല, ഒരു കൂട്ടം ഇൻഫർമേഷൻസിനെയാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു സിംഗിൾ ആയിട്ട് ഒരു ഇൻഫർമേഷൻ ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഡേറ്റം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ സിംഗിൾ ആയിട്ടൊരു ഡേറ്റയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഡേറ്റം എന്നും, ഒരു കൂട്ടം ഇൻഫർമേഷൻസിനെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡേറ്റ എന്ന് വിളിക്കുന്നു. അപ്പോൾ ദ സിംഗുലർ ഫോം ഓഫ് ഡേറ്റ എന്ന് പറയുന്നത് എന്താണ്? ഡേറ്റമാണ്, പഠിക്കുക. നമ്മുടെ 11ാമത്തെ ചോദ്യം നോബഡി വാണ്ട് ടു ബി പൂവർ. ഇറ്റ്സ് ക്വസ്റ്റ്യൻ ടാഗ് ഈസ്. അതായത് ഒന്നുമില്ല, നോബഡി വാണ്ട് ടു ബി പൂവർ. ആർക്കും എന്താണ്?
പൂവർ പാവപ്പെട്ടവരായിട്ട് ജീവിക്കാൻ ഇഷ്ടമല്ല. ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഒരുപാട് PSC ക്വസ്റ്റ്യൻസിൽ ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പഠിക്കുക. നോബഡി വാണ്ട്സ് ടു ബി പൂവർ. ഇറ്റ് ഈസ് ക്വസ്റ്റ്യൻ ടാഗ് ഈസ് എന്താണ്? ഡു ദേ ആണ്. ഇനി എങ്ങനെയാണ് ഈ ഡു ദേ വന്നത് സുഹൃത്തുക്കളെ? ഡു ദേ ആണ്. ഇനി എങ്ങനെയാണ് ഈ ഡു ദേ വന്നതെന്ന് ചോദിച്ചാല് ഒന്നാമത്തെ പോയിന്റ് പഠിക്കാനുള്ളത്, നോബഡി എന്നുള്ള വാക്ക് വന്നത് കൊണ്ട് തന്നെ, നോബഡി എന്നുള്ള വാക്ക് വന്നത് കൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്ന മുഴുവൻ സെന്റൻസും ഒരു നെഗറ്റീവ് സ്വഭാവം കാണിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞേ, നോബഡി എന്നുള്ള ഒരു വാക്ക് വന്നത് കൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്ന ടോട്ടൽ സെന്റൻസും എന്തായിട്ട് മാറി? ഒരു നെഗറ്റീവ് സ്വഭാവമുള്ള സെന്റൻസ് ആയിട്ട് മാറി. ഇങ്ങനെയുള്ള വാക്കുകളാണ് പ്രധാനമായിട്ടും നെഗറ്റീവ് സ്വഭാവം കാണിക്കുന്നത്. അപ്പോ ഇങ്ങനെ നെഗറ്റീവ് സ്വഭാവം കാണിക്കുന്ന വാക്കുകളിൽ ആരംഭിക്കുന്ന സെന്റൻസ് എങ്ങനെയായിരിക്കും? നെഗറ്റീവ് സ്വഭാവമുള്ള സെന്റൻസുകളായിരിക്കും. അപ്പോൾ നമ്മുടെ സെന്റൻസ് നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി സുഹൃത്തുക്കളെ. സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ക്വസ്റ്റ്യൻ ടാഗ് അപ്പോ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആണ് വേണ്ടത് നമുക്ക് മനസ്സിലായി. അതോടുകൂടി നമ്മുടെ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും ക്യാൻസൽ ആയി. കാരണം അത് രണ്ടും നെഗറ്റീവ് സ്വഭാവം കാണിക്കുന്ന ക്വസ്റ്റ്യൻ ടാഗുകളാണ്. പിന്നെ നമ്മുടെ ഓപ്ഷനകത്ത് എയും ബിയും മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത് നമ്മൾ ചിന്തിക്കേണ്ട പോയിന്റ് ആണ് ഈ നോബഡി, അതുപോലെ സംബഡി, എവരിബഡി, സമ്മണ്, എവരിവണ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവസാനം ക്വസ്റ്റ്യൻ ടാഗിന്റെ അവസാനം ദേ ആണ് ഉപയോഗിക്കാനുള്ളത്. അതായത് നോബഡി എന്നോ സംബഡി എന്നോ എവരിബഡി എന്നോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവസാനം ഉപയോഗിക്കേണ്ട ടാഗിൽ വരാനുള്ളത് ദേ എന്നാണ്. കാരണം ദ സെന്റൻസ് മസ്റ്റ് ബി ഇൻ ദ ഫ്ലൂറൽ ഫോം. അപ്പോൾ എന്താണ് ആ സെന്റൻസ് അല്ലെങ്കിൽ ആ വാക്കെന്ന് പറയുന്നതെല്ലാം ഫ്ലൂറൽ ഫോം കാണിക്കുന്ന വാക്കുകളാണ്. അതുകൊണ്ട് ദേ ആണ് നമ്മൾ ഉപയോഗിക്കാനുള്ളത്. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞു ഇവിടെ ഡസ് ദേ അല്ലെങ്കിൽ ഡൂ ദേ ആണ് വരുന്നത്. നമുക്കറിയാം ഡസ് ദേ അല്ലെങ്കിൽ ഡൂ ദേ ആണ് വരുന്നത്. ശരിയായ ഉത്തരം എന്തുകൊണ്ട് ഡൂ ദേ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഈ ദേ കിടക്കുന്നത് കൊണ്ട് തന്നെയാണ്. അതായത് ഇവിടെ ഫ്ലൂറൽ ഫോം വന്നതുകൊണ്ട് നമുക്ക് ഡസ് ഉപയോഗിക്കാൻ കഴിയില്ല, ഡൂ മാത്രമേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ശരിയായ ഉത്തരം ഡൂ ദേ ആണ്. പഠിക്കുക. നമ്മുടെ 12ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അതാണ് ഡച്ചു കറേജ്. ഡച്ചു കറേജിന്റെ മീനിങ് എന്തെന്നാണ് PSC ചോദിച്ചിരിക്കുന്നത്. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. ഡച്ചു കറേജ് മീൻസ് കറേജ് ഇൻഡ്യൂസ്ഡ് ബൈ ആൽക്കഹോൾ. അതായത് മദ്യപാനം മൂലം ലഭിക്കുന്ന ധൈര്യത്തെ അറിയപ്പെടുന്ന പേരാണ് ഡച്ചു കറേജ്. പഠിച്ചോളണേ. ഡച്ചു കറേജ് മീനിങ് എന്താണ്? കറേജ് ഇൻഡ്യൂസ്ഡ് ബൈ ആൽക്കഹോൾ. മദ്യപാനം മൂലം ഉണ്ടാകുന്ന ധൈര്യം അറിയപ്പെടുന്ന പേരാണ് ഡച്ചു കറേജ്. എന്താണ് ഡച്ചു കറേജ്? പഠിക്കുക. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ. ഡച്ചു കറേജ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? കറേജ് ഇൻഡ്യൂസ്ഡ് ബൈ ആൽക്കഹോൾ. ആൽക്കഹോളിന്റെ ഉപയോഗം മൂലം ലഭിക്കുന്ന ധൈര്യം അറിയപ്പെടുന്ന പേരാണ് ഡച്ചു കറേജ്. പഠിക്കുക. നമ്മുടെ 13ാമത്തെ ക്വസ്റ്റ്യൻ പ്ലൂറൽ ഫോം ഓഫ് സൺ ഇൻ ലാ. സൺ ഇൻ ലായുടെ ഫ്ലൂറൽ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എന്താണ്? സൺസ് ഇൻ ലാ എന്നാണ്. ഒരുപാട് തവണ PSC ഉദ്യോഗാർത്ഥികൾ തെറ്റിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. ഫ്ലൂറൽ ഫോം ഓഫ് സൺ ഇൻ ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺസ് ഇൻ ലായാണ്. എന്താണ്? സൺസ് ഇൻ ലായാണ്. എപ്പോഴും നമ്മൾ തെറ്റിക്കുന്ന പോയിന്റ് ആണ്, പറഞ്ഞു തരാം. SON സൺ ഇൻ ലാസിനകത്ത് LAWS എന്ന് പറഞ്ഞിട്ടിരിക്കും, നമ്മൾ തെറ്റിക്കും. അപ്പോൾ സൺസ് ഇൻ ലായാണ് ശരി, അല്ലാതെ സൺ ഇൻ ലാസ് അല്ല. അത് തെറ്റാണ് കേട്ടോ. ഇങ്ങനെ ഒരു പോയിന്റ് PSC തന്നിരിക്കും. ഒത്തിരി പേർക്ക് നെഗറ്റീവ് മാർക്ക് വാങ്ങിച്ചു കൊടുത്തൊരു മേഖലയാണ്. ഫ്ലൂറൽ ഫോം ഓഫ് സൺ ഇൻ ലാ ചോദിച്ചു കഴിഞ്ഞാൽ ഇനി മറക്കരുത്, സൺസ് ഇൻ ലായാണ്. പഠിക്കുക. അടുത്തതായി 14ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാൻ. നമുക്ക് ഐഡന്റിഫൈ ദ കറക്റ്റ് സ്പെൽഡ് വേർഡ്. ഉത്തരം ഇതാണ്. വാക്വത്തിന്റെയാണ് ചോദിച്ചിരിക്കുന്നത്. വാക്വം എന്ന് എഴുതാനുള്ളത് VACUUM എന്നങ്ങ് പഠിക്കുക. ഇപ്പോൾ തന്നെ പഠിച്ചുകൊള്ളുക. VACUUM എന്നങ്ങ് പഠിക്കുക. വാക്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VA ഇടുക, ബാർ ഇടുക, CU ഇടുക, ബാർ ഇടുക, UM ഇടുക, ബാർ ഇടുക. അപ്പോ VACUUM ആണ് വാക്വം, അല്ലെങ്കിൽ VACUUM ആണ് വാക്വം. VACUUM എന്ന് വേണമെങ്കിൽ പഠിക്കാം. ഒരുപാട് പേർക്ക് തെറ്റിക്കുന്ന പോയിന്റ് ആണ് പറഞ്ഞത്. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്പെല്ലാണ് നമ്മൾ പറഞ്ഞ. വാക്വത്തിന്റെ സ്പെല്ലിംഗ് എന്താ സുഹൃത്തുക്കളെ? VACUUM ആണ്. 15ാമത്തെ ചോദ്യം, സെലക്ട് ദ മീനിങ് ഓഫ് ദ അണ്ടർലൈൻഡ് ഇഡിയം. ഇറ്റ് ഈസ് റെയിനിങ് കാറ്റ് ആൻഡ് ഡോഗ്സ്. ഇറ്റ് ഈസ് റെയിനിങ് കാറ്റ് ആൻഡ് ഡോഗ്സ്. ശരിയായ ഉത്തരം എന്താണ്? ഇറ്റ് ഈസ് റെയിനിങ് ഹെവിലി എന്നാണ് അർത്ഥം. അതായത്
ശക്തമായിട്ട് മഴ പെയ്യുന്ന സമയത്ത് പറയുന്ന ഇഡിയമാണ് ഇറ്റ് ഈസ് റൈനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്. അപ്പോ സെലക്ട് ദ മീനിങ് ഓഫ് ദ അണ്ടർലൈൻഡ് ഇഡിയമാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് റൈനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? ഇറ്റ് ഈസ് റൈനിങ് ഹെവിലി എന്നാണ്. ഇറ്റ് ഈസ് റൈനിങ് ഹെവിലി എന്നാണ്, അല്ലെങ്കിൽ ശക്തമായിട്ട് മഴ പെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഇഡിയമാണ് ഇറ്റ് ഈസ് റൈനിങ് കാറ്റ് ആൻഡ് ഡോഗ്സ് എന്നുള്ളത്. പഠിച്ചോളണേ. ഒരുപാട് LD എക്സാമിൽ ഇതുപോലെ എടുത്ത് ചോദിച്ചുകൊണ്ട്, നമ്മുടെ ഡച്ച് കറേജ് പോലെ എടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്. പഠിക്കുക. ഇറ്റ് ഈസ് റൈനിങ് കാറ്റ് ആൻഡ് ഡോഗ്സ് എന്ന് പറയുന്ന ഇഡിയത്തിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് റൈനിങ് ഹെവിലി എന്നാണ്, അല്ലെങ്കിൽ ശക്തമായിട്ട് മഴ പെയ്യുന്നതിനാണ് ഇറ്റ് ഈസ് റൈനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയുന്നത്. പഠിക്കുക. നമ്മുടെ 16ാമത്തെ ചോദ്യം, ഐ പ്രിഫർ കോഫി ഡാഷ് ടീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഐ പ്രിഫർ കോഫി ഡാഷ് ടീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ശരിയായ ഉത്തരം 2 ആണ്. അപ്പോ ഐ പ്രിഫർ കോഫി ടു ടീ എന്നാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്താ സുഹൃത്തുക്കളെ? ഐ പ്രിഫർ കോഫി ടു ടീ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഒരുപാട് സുഹൃത്തുക്കൾ തെറ്റിക്കുന്ന പോയിന്റ് ആണ് പറഞ്ഞത്. ഐ പ്രിഫർ കോഫി ടു ടീ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇത് എന്തുകൊണ്ടാണ് വന്നതെന്ന് ചോദിച്ചാൽ, പ്രിഫർ എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ പ്രിഫറിന് ശേഷം എപ്പോഴും ടു എന്നുള്ള പ്രിപ്പോസിഷൻ മാത്രമേ ഉപയോഗിക്കാവൂ. അതാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. ഐ പ്രിഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം വരാനുള്ള പ്രിപ്പോസിഷൻ എപ്പോഴും ടു ആയിരിക്കണം, മറക്കരുത്. അല്ലെങ്കിൽ നമുക്ക് പറയാം, പ്രിഫർ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ച് രണ്ട് വസ്തുക്കളെ തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യണമെങ്കിൽ അതിനിടയ്ക്ക് ആര് വേണം? ടു വേണം എന്നങ്ങ് പഠിക്കുക. അപ്പോ പ്രിഫർ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ച് രണ്ട് വസ്തുക്കളെ തമ്മിൽ, നമ്മളുടെ രണ്ട് വസ്തുക്കളെ തമ്മിലല്ലേ സുഹൃത്തുക്കളെ താരതമ്യം ചെയ്യുന്നത്? കോഫിയെയും ടീയെയുമാണ് നമ്മൾ താരതമ്യം ചെയ്യുന്നത്. അപ്പോൾ ഐ പ്രിഫർ കോഫി ടു ടീ എന്നാണ് പറയുന്നത്. അപ്പോൾ കോഫിനെയും ടീനെയും തമ്മിൽ നമ്മൾ പ്രിഫർ എന്ന് പറയുന്ന വാക്ക് വെച്ച് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ അതിനിടയ്ക്ക് വരാനുള്ള പ്രപ്പോസിഷൻ ആരാണ്? ടു ആണ്. മറക്കല്ലേ, ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവല്ലേ. ഐ പ്രിഫർ കോഫി ടു ടീ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ രണ്ടു രീതിയിൽ നമുക്ക് പഠിക്കാം. പ്രിഫർ എന്നുള്ള വേർഡ് വന്നു കഴിഞ്ഞാൽ അതിനുശേഷം വരാനുള്ള പ്രിപ്പോസിഷൻ ടു മാത്രമേ വരുള്ളൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പഠിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ പറയാം, പ്രിഫർ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ച് രണ്ട് വസ്തുക്കളെ താരതമ്യം ചെയ്യുന്നുവെങ്കിൽ അതിനിടയ്ക്ക് ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ മാത്രമേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. പഠിക്കുക. കൂട്ടി പറയാം സുഹൃത്തുക്കളെ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഐ പ്രിഫർ കോഫി ടു ടീ എന്നേ പറയുള്ളൂ. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ, പ്രിഫർ എന്ന് പറയുന്ന വേർഡിന് ശേഷം വരുന്ന പ്രിപ്പോസിഷൻ ടു മാത്രമായിരിക്കും. അത് ഒരു രീതിയിൽ പഠിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, പ്രിഫർ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ച് രണ്ട് വസ്തുക്കളെ കമ്പയർ ചെയ്യുമ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ടു ആയിരിക്കണം. ഈ രണ്ട് രീതിയിൽ വേണമെങ്കിലും ഓർത്ത് വെക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴും അവിടെ വരാനുള്ള പ്രിപ്പോസിഷൻ ആരാണ്? ടു ആയിരിക്കും. പഠിക്കുക. അടുത്ത ചോദ്യമാണ്, ഐ ഹാവ് ലോസ്റ്റ് മൈ ഡാഷ് ഓഫ് കീസ്. ഐ ഹാവ് ലോസ്റ്റ് മൈ ഡാഷ് ഓഫ് കീസ് ഒരുപാട് തവണ PS ചോദിക്കുന്നതാണ്. ബഞ്ച് ഓഫ് കീസ് എന്നേ നമ്മൾ പറയുള്ളൂ. താക്കോലിന്റെ കൂട്ടത്തെ നമ്മൾ എന്തെന്നേ പറയുള്ളൂ? ബഞ്ച് ഓഫ് കീസ് എന്നേ പറയുള്ളൂ. അപ്പോ ബഞ്ച് ഓഫ് കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? താക്കോലിന്റെ കൂട്ടം എന്നാണ് അർത്ഥം. താക്കോലിന്റെ കൂട്ടം എന്നാണ് അർത്ഥം. അപ്പോൾ താക്കോലിന്റെ കൂട്ടത്തെ കാണിക്കാൻ നമ്മൾ എന്തേ ഉപയോഗിക്കുള്ളൂ? ബഞ്ച് എന്നുള്ള പദമേ ഉപയോഗിക്കുള്ളൂ. പഠിക്കുക. അല്ലെങ്കിൽ കളക്റ്റീവ് നൗൺ ഏതാണ്? ബഞ്ച് എന്നുള്ള കളക്റ്റീവ് നൗൺ മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഐ ഹാവ് ലോസ്റ്റ് മൈ ബഞ്ച് ഓഫ് കീസ് എന്ന് വെച്ചാൽ എന്റെ താക്കോൽ കൂട്ടം നഷ്ടപ്പെട്ടു പോയി എന്നാണ് അർത്ഥം. എന്റെ താക്കോൽ കൂട്ടം നഷ്ടപ്പെട്ടു പോയി എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം. അപ്പോൾ ബഞ്ച് ഓഫ് കീസ് എന്നാണ് പറയുള്ളൂ. ശ്രദ്ധിച്ചോളണേ, ബഞ്ച് ഓഫ് കീസ് എന്നേ പറയുള്ളൂ. നമ്മുടെ 18ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ എന്നാണ്. കൺസൾട്ട് എ ഡോക്ടർ എന്നാണ്. മറക്കല്ലേ, ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചോളണേ. യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ എന്നാണ്. യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ എന്നാണ്. അതിനിടയ്ക്ക് ടു ഒന്നും ചേർത്ത് തെറ്റിക്കല്ലേ. ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ തെറ്റിക്കുന്ന ഓപ്ഷൻ കൂടെ പറഞ്ഞുതരാം. അതാണ് ഈ കിടക്കുന്ന ഓപ്ഷൻ ഡി എന്ന് പറയുന്നത്. എല്ലാവരും പഠിച്ചു വെക്കുന്ന യു ഹാഡ് ബെറ്റർ ടു കൺസൾട്ട് എ ഡോക്ടർ എന്നായിരിക്കും. അത് തെറ്റാണ്. ഒരിക്കലും ആൻസർ കൊടുക്കരുത്. യു ഹാഡ് ബെറ്റർ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ ഉപയോഗിക്കാനുള്ളത് കൺസൾട്ട് ഡോക്ടർ എന്നാണ്. അതായത് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബെയർ ഇൻഫിനിറ്റീവ് എന്ന്. എന്താണ് ബെയർ ഇൻഫിനിറ്റീവ്? മറക്കല്ലേ, ബെയർ ഇൻഫിനിറ്റീവ് എന്ന് നമ്മൾ പറയും കേട്ടോ. എന്തെന്നാ പറയുന്നത്? ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയും. അതായത്
ഇത്രയേ ഉള്ളൂ സുഹൃത്തുക്കളെ. യു ഹാഡ് ബെറ്ററിന് ശേഷം ഒരു ബെയർ ഇൻഫിനിറ്റീവ് മാത്രമേ വരാവൂ. യു ഹാഡ് ബെറ്ററിന് ശേഷം എന്ത് മാത്രമേ വരാവൂ? ഒരു ബെയർ ഇൻഫിനിറ്റീവ് മാത്രമേ വരാവൂ. ആര് മാത്രമേ വരാവൂ? ഒരു ബെയർ ഇൻഫിനിറ്റീവ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാവൂ. എന്താണ് ബെയർ ഇൻഫിനിറ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. അതായത് ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല സുഹൃത്തുക്കളെ. ഈ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്ന വാക്കിനെ ഒരേ സമയം നമുക്ക് നൗണായിട്ടും അഡ്ജക്റ്റീവായിട്ടും ആഡ് വെർബുമായിട്ടും ഉപയോഗിക്കാൻ കഴിയും. അത്തരത്തിലുള്ള വാക്കുകളെയാണ് നമ്മൾ ബെയർ ഇൻഫിനിറ്റീവ് എന്ന പേരിൽ പറയുന്നത്. അപ്പോൾ യു ഹാഡ് ബെറ്ററിന് ശേഷം എപ്പോഴും ഒരു ബെയർ ഇൻഫിനിറ്റീവ് മാത്രമേ വരാവൂ. അപ്പോൾ ഇതിനകത്ത് ബെയർ ഇൻഫിനിറ്റീവ് ഏതാണ്? കൺസൾട്ട് ആണ് ഇവിടെ ബെയർ ഇൻഫിനിറ്റീവ്. അപ്പോൾ യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ ആണ്. യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ ആണ് പഠിക്കുക. 19ാമത്തെ ചോദ്യം, ഹി കിക്ക് ദ ബക്കറ്റ് യെസ്റ്റർഡേ. ഹി കിക്ക് ദ ബക്കറ്റ് യെസ്റ്റർഡേ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ഇവിടെ PSC ചോദിക്കുന്നത് കിക്ക് ദ ബക്കറ്റിന്റെ അർത്ഥം എന്തെന്നാണ്. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നു സെഡ് ടു റൈറ്റ് തിങ്സ്, ഓപ്ഷൻ ബി ട്രൈ ടു ക്രിട്ടിസൈസ്, ഓപ്ഷൻ സി ഡൈഡ്, ഓപ്ഷൻ ഡി കമ്മിറ്റ് സൂയിസൈഡ്. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ഡൈഡ് അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളതാണ്. കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മരിക്കുക എന്നുള്ള അല്ലെങ്കിൽ മരണപ്പെടുക എന്നുള്ളതാണ് അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഹി കിക്ക് ദ ബക്കറ്റ് യെസ്റ്റർഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? ഹി ഡൈഡ് യെസ്റ്റർഡേ. ഇന്നലെ അവൻ മരിച്ചു പോയി എന്നാണ് അർത്ഥം കേട്ടോ. പഠിച്ചോണേ. ദ കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ സുഹൃത്തുക്കളെ? അല്ലെങ്കിൽ കിക്ക് ദ ബക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഇഡിയമാണ്. ആ ഇഡിയത്തിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ മരണം എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഹി കിക്ക് ദ ബക്കറ്റ് യെസ്റ്റർഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇന്നലെ മരിച്ചു പോയി എന്നാണ് അർത്ഥം. നമ്മുടെ 20ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഹി പ്ലേസ് പിയാനോ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഹീസ് പ്ലേസ് പിയാനോ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. അതായത് ഇത് ഏതു തരം സെന്റൻസ് എന്നാണ് PSC ചോദിച്ചിരിക്കുന്നത്. ഇമ്പരേറ്റീവ് സെന്റൻസ് ആണോ, ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണോ, ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണോ, അല്ലെങ്കിൽ അത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണോ? ഡിക്ലറേറ്റീവ് സെന്റൻസ് തന്നെയാണ് അസർട്ടീവ് സെന്റൻസും കേട്ടോ. അപ്പോൾ ഇതിൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ശരിയായ ഉത്തരം ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. എന്താണ്? ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ് കേട്ടോ. ഏതാണ്? ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഹി പ്ലേസ് പിയാനോ എന്ന് പറഞ്ഞാൽ അതൊരു ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. 21ാമത്തെ ചോദ്യം, ദ വേർഡ് അഡ്ഹോക്ക് മീനിങ്. ദ വേർഡ് അഡ്ഹോക്ക് മീനിങ് ഫോർ ദ സ്പെഷ്യൽ പർപ്പസ്. ഇപ്പോഴങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ. പഠിച്ചോളേ. ദ വേർഡ് അഡ്ഹോക്ക് മീനിങ് എന്താണ്? ഫോർ ദ സ്പെഷ്യൽ പർപ്പസ്. എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അഡ്ഹോക്ക് എന്ന് പറയുന്നത്. നമ്മൾ അഡ്ഹോക്ക് കമ്മിറ്റി എന്നൊക്കെ കേട്ടിട്ടില്ലേ സുഹൃത്തുക്കളെ? അഡ്ഹോക്ക് കമ്മിറ്റി എന്നൊക്കെ. അപ്പോൾ അഡ്ഹോക്ക് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പർപ്പസിനുള്ള കമ്മിറ്റിനെയാണ് അഡ്ഹോക്ക് കമ്മിറ്റി എന്ന് പറയുന്നത്. അതുപോലെ അഡ്ഹോക്ക് എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ ദ സ്പെഷ്യൽ പർപ്പസ്. പഠിച്ചോളേ. ഇപ്പോഴങ്ങോട്ട് ചോദിച്ചു തുടങ്ങിയതേ ഉള്ളൂ. അഡ്ഹോക്ക് മീൻസ് എന്താണ്? ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. നമ്മുടെ 22ാമത്തെ ചോദ്യം, ദ പാസീവ് ഫോം of they have built a bridge. The passive form of they have built a bridge. ഇതിന്റെ പാസീവ് ഫോം ആണ് PSC ചോദിച്ചിരിക്കുന്നത്. ഈസി ആണ്, ഒന്നുമില്ല സുഹൃത്തുക്കളെ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. എ ബ്രിഡ്ജ് ഹാസ് ബീൻ ബിൽറ്റ് ബൈ ദം എന്നാണ്. എ ബ്രിഡ്ജ് ഹാസ് ബീൻ ബിൽറ്റ് ബൈ ദം എന്നാണ്. എങ്ങനെയാണ് ഇത് എഴുതിയതെന്ന് ചോദിച്ചാൽ നമ്മുടെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സെന്റൻസ് നമ്മളെ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആക്റ്റീവ് ഫോമിലുള്ള സെന്റൻസ് തന്നിട്ടുണ്ട്. ആ സെന്റൻസ് ഏതാണ്? ദേ ഹാവ് ബിൽറ്റ് എ ബ്രിഡ്ജ് എന്നാണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ദേ ഉണ്ട്. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുന്ന ദേ ഉണ്ട്. അതുപോലെ ഹാവ് എന്ന് പറയുന്ന ആക്സിലറി വെർബ് ഉണ്ട്. അതുപോലെ ബിൽഡ് എന്ന് പറയുന്ന വെർബ് ഉണ്ട് അല്ലേ. V3 ഫോം ഓഫ് ദ മെയിൻ വെർബ് ഉണ്ട്. പിന്നെ എന്താണ്? ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഉണ്ട് അല്ലെ. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടുള്ള സെന്റൻസ് ആണ്. ഇത് ആക്റ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ആണെന്ന് മനസ്സിലായി. പാസീവ് ഫോം നമ്മൾ എഴുതുമ്പോൾ, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ പാസീവ് ഫോം നമ്മൾ എഴുതുമ്പോൾ എന്തൊക്കെയാണ് വരാനുള്ളതെന്ന് ശ്രദ്ധിക്കുക. ആദ്യം വരാനുള്ള നമ്മുടെ ഒബ്ജക്റ്റ് എന്തായിട്ട് മാറും? സബ്ജക്റ്റ് ആയിട്ട് മാറും. അതായത് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബ്രിഡ്ജ് എന്നാണ്. അപ്പോൾ ആ എ ബ്രിഡ്ജ് നമ്മൾ അതുപോലെ എഴുതുക. എ ബ്രിഡ്ജ് നമ്മൾ അതുപോലെ എഴുതി. ഇനി വരാനുള്ള എന്താണ്? ഹാസ് ഓർ ഹാവ് ആണ് വരാനുള്ളത്. ഏതാണ്? ഹാസ് ഓർ ഹാവ് ആണ് വരാനുള്ളത്. ഇതിൽ സിംഗുലർ ഫോം ആണെങ്കിൽ ഹാസ് എടുക്കുക, ഫ്ലൂറൽ ഫോം ആണെങ്കിൽ ഹാവ് എടുക്കുക. സിംഗുലർ ഫോം ആണെങ്കിൽ ഹാസ് എടുക്കുക, ഫ്ലൂറൽ ഫോം ആണെങ്കിൽ ഹാവ് എടുക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എടുക്കാനുള്ളത് എ ബ്രിഡ്ജ് എന്നല്ലേ സുഹൃത്തുക്കളെ പറഞ്ഞിരിക്കുന്നത്. ബ്രിഡ്ജ് ഒരു സിംഗുലർ ഫോം അല്ലേ, അതുകൊണ്ട് ഹാസ് വരത്തുള്ളൂ. അപ്പോൾ എ ബ്രിഡ്ജ് ഹാസ്. അത്രയും ഓക്കെ ആയേ. ഇത് തന്നെയാണ് PSC ചോദിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു ബീനും കൂടെ ചേർക്കാൻ മറക്കരുത്. അപ്പോൾ എ ബ്രിഡ്ജ് ഹാസ് ബീൻ ബിൽറ്റ് ബൈ ദം എന്നാവും. എ ബ്രിഡ്ജ് ഹാസ് ബീൻ ബിൽറ്റ് ബൈ ദം എന്നായിരിക്കും വരുന്നത്. സോ ദ ആൻസർ എ ബ്രിഡ്ജ് ഹാസ് ബീൻ ബിൽറ്റ് ബൈ ദം എന്നാണ് ശരിയായ ഉത്തരം. നമ്മുടെ 23ാമത്തെ ചോദ്യം, ദ പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ ഡാഷ് ദ മീറ്റിംഗ്. ദ പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ
ഡാഷ് ദ മീറ്റിംഗ്. 90% PS ഉദ്യോഗാർത്ഥികളും തെറ്റിക്കുന്ന പോയിന്റ് ആണ് പറഞ്ഞത്. ശ്രദ്ധിക്കുക സുഹൃത്തുക്കൾ, ശ്രദ്ധിക്കുക. ദ പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ ഡാഷ് ദ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള ഉത്തരം ഹാസ് നോട്ട് അറ്റൻഡ് ദ മീറ്റിംഗ് എന്നാണ് കേട്ടോ. അപ്പോ ദ പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ ഹാസ് നോട്ട് അറ്റൻഡ് ദ മീറ്റിംഗ് എന്നാണ് ശരിയായിട്ടുള്ളത്. ഒത്തിരി സുഹൃത്തുക്കൾക്ക് ഇവിടെ കൺഫ്യൂഷൻ വരുന്നത്, ഇവിടെ പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ഒരാളില്ലേ, അതുപോലെ ചെയർമാൻ എന്ന് പറയുന്ന മറ്റൊരാളില്ലേ, അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേരുമ്പോഴത്തേക്കും ഇവിടെ ഫ്ലൂറൽ ഫോം അല്ലേ ഉപയോഗിക്കാനുള്ളത്, അപ്പോൾ ഇവിടെ ഹാവ് അല്ലേ വരുള്ളൂ. ഇതായിരിക്കും എല്ലാ സുഹൃത്തുക്കളുടെയും കോമൺ കൺഫ്യൂഷൻ. എന്തുകൊണ്ടാണ് ഇവിടെ ഹാവ് വരാത്തതെന്ന് ചോദിച്ചാല് ഇവിടെ നമ്മുടെ സെന്റൻസ് ആരംഭിച്ചിരിക്കുന്നത് ദ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞല്ലേ സുഹൃത്തുക്കളെ. ദ പ്രിൻസിപ്പൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡിന് ശേഷം, അപ്പൊ ദ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞ് ആരംഭിച്ചിരിക്കുന്നു, അതിനുശേഷം ആൻഡ് വന്നിരിക്കുന്നു, അതിനുശേഷം ചെയർമാൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ അർത്ഥം പ്രിൻസിപ്പാളും ചെയർമാനും ഒരാളെന്നാണ്. എന്താണ്? പ്രിൻസിപ്പാളും ചെയർമാനും ഒരാളെന്നാണ് അതിന്റെ അർത്ഥം. പ്രിൻസിപ്പാളും ചെയർമാനും ഒരാളെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ഈ പോയിന്റ് സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചു വെച്ചേക്കുക. ദ പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രിൻസിപ്പളും ചെയർമാനും ഒരാളെന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ സിംഗുലർ ഫോം ആണ് ഉപയോഗിക്കാനുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഹാസ് നോട്ട് അറ്റൻഡഡ് എന്ന് പറഞ്ഞത്. ഇനി സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ ഹാവ് നോട്ട് അറ്റൻഡഡ് വരാം. ഏത് കേസിലാണ് വരേണ്ടത്? ദ പ്രിൻസിപ്പൽ എന്നും ദ ചെയർമാൻ എന്നും എടുത്തു പറഞ്ഞിരിക്കുന്നെങ്കിൽ, അതായത് ഈ പറഞ്ഞിരിക്കുന്നത് തന്നെ നമുക്കൊന്ന് മാറ്റി പറയാം. ദ പ്രിൻസിപ്പൽ ആൻഡ് ദ ചെയർമാൻ ഡാഷ് ദ മീറ്റിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കരുതുക. അതായത് ദ പ്രിൻസിപ്പൽ ആൻഡ് ദ ചെയർമാൻ ഡാഷ് ദ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ഒരാളാണ്, ചെയർമാൻ മറ്റൊരാളാണ് എന്നാണ് അർത്ഥം. അങ്ങനെയാണ് വരുന്നതെങ്കിൽ അവിടെ ഹാവ് നോട്ട് അറ്റൻഡഡ് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. കാരണം പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ഒരാളാണ്, ചെയർമാൻ എന്ന് പറയുന്ന ഒരാളാണ്. പക്ഷെ ഇവിടുത്തെ കേസിൽ എന്താ വന്നേക്കുന്നത്? ദ പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ. അപ്പോൾ ഒരേ വ്യക്തി തന്നെയാണ് പ്രിൻസിപ്പളും അതുപോലെ തന്നെ ആ കോളേജിന്റെ ചെയർമാനുമായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് ദ പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ ഡാഷ് ദ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ഹാസേ വരുള്ളൂ. കാരണം മനസ്സിലായല്ലോ, ഇത് സിംഗുലർ ഫോം ആണ്. പ്രിൻസിപ്പളും ചെയർമാനും ഒരാളാണ്. നമ്മുടെ 24ാമത്തെ ചോദ്യം, ഐ ഹാവ് ലിവ്ഡ് ഇൻ ഡൽഹി ഡാഷ് 5 years. ഐ ഹാവ് ലിവ്ഡ് ഇൻ ഡൽഹി ഡാഷ് 5 years. ശരിയായിട്ടുള്ള ഉത്തരം എന്താണ്? 4-5 years ആണ്. ഐ ഹാവ് ലിവ്ഡ് ഇൻ ഡൽഹി 4-5 years എന്നാണ് വരാനുള്ളത്. അപ്പൊ ഒത്തിരി സുഹൃത്തുക്കൾക്ക് ഇവിടെയും കൺഫ്യൂഷൻ വരും, എന്തുകൊണ്ട് എനിക്ക് സിൻസ് ഉപയോഗിച്ചൂടാ എന്ന്. സിൻസ് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ എപ്പോഴാ സുഹൃത്തുക്കളെ? പാസ്റ്റിൽ എപ്പോഴോ നടന്നൊരു സംഭവം പ്രസന്റിലും കണ്ടിന്യൂ ചെയ്യുന്നു എന്നൊരർത്ഥം തരുന്ന സെന്റൻസിൽ മാത്രമേ നമുക്ക് സിൻസ് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അതായത് പാസ്റ്റിൽ എപ്പോഴോ ആരംഭിച്ചു, അത് ഇപ്പോ പ്രസന്റിലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിൻസ് ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ സെന്റൻസ് എന്താ പറഞ്ഞേക്കുന്നത്? ഞാൻ 5 വർഷം ഡൽഹിയിൽ താമസിച്ചിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഐ ഹാവ് ലിവ്ഡ് ഇൻ ഡൽഹി 5 years എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 4 ചേർക്കാൻ പറ്റുള്ളൂ. ഐ ഹാവ് ലിവ്ഡ് ഇൻ ഡൽഹി 4-5 years എന്നേ പറയുള്ളൂ. സിൻസ് എപ്പോഴാ ഉപയോഗിക്കേണ്ടത്? പണ്ടെപ്പോഴോ ആരംഭിച്ചു ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പ്രസന്റിലും അതിന്റെ എഫക്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സിൻസ് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. പഠിക്കുക. നമ്മുടെ 25ാമത്തെ ചോദ്യം, എ ഡാഷ് ഓഫ് കാറ്റിൽ ഈസ് പാസ്ഡ് ത്രൂ ദ ഫോറസ്റ്റ്. ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ചുള്ള മേഖലയാണ്. പഠിക്കുക. A dash of cattle is passing through the forest. അപ്പോ കാറ്റിലിന്റെ കളക്റ്റീവ് നൗണിനെ പറയുന്ന പേരാണ് a herd of cattle എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ a herd of cattle is passing through the forest എന്നാണ്, മറക്കല്ലേ. a herd of cattle is passing through the forest എന്നേ നമ്മൾ പറയുള്ളൂ. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളുക. a herd of cattle is passing through the forest എന്നാണ് നമ്മൾ പറയുന്നത്. സുഹൃത്തുക്കൾ പഠിക്കുക. കാറ്റിൽ വ്യക്തമായിട്ട് പഠിച്ചോളണേ. a herd of cattle എന്നാണ് പറയുന്നത്. പഠിക്കുക. ഇത്ര നേരം ഈ വീഡിയോയുടെ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും ഒരു നന്ദി, നമസ്കാരം. നല്ല ദിവസം നേരുന്നു.